നമസ്കാരം. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ സന്തോഷം നിശബ്ദമായി നശിപ്പിക്കാൻ കഴിയുന്ന 6 തരം ആളുകളുണ്ട്. അതിൻ്റെ ഒന്നാം ഭാഗത്തേക്ക് കടക്കാം. ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ജനം പലവിധമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാവരും ആജീവനാന്തം അവിടെ ഉണ്ടാവണമെന്ന് നമ്മൾക്ക് നിർബന്ധം വേണ്ട. കാരണം ചിലവരൊക്കെ ചില സമയങ്ങളിൽ വഴിപിരിയേണ്ടവരാണ്. അത് നമ്മുടെ സമാധാനത്തിന് നല്ലതാണ്. രണ്ടാമതായിട്ട് ചില ആളുകൾ നമ്മളെ ഉപദ്രവിക്കുക മാത്രമല്ല, പതുക്കെ നമ്മുടെ വ്യക്തിത്വം വരെ അവർക്ക് കളയാൻ പറ്റും. മൂന്നാമത്, ഈ വ്യക്തിത്വം മാറി എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് ഓൾറെഡി വ്യക്തിത്വം മാറി കഴിഞ്ഞിട്ടുണ്ടാവും തിരിച്ചറിയുമ്പോഴേക്ക്. നാലാമത്, ചില ആളുകൾ പ്രശ്നങ്ങൾ കൊണ്ടുവരികയല്ല ചെയ്യണത്, അവർ തന്നെ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അവർ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അഞ്ചാമത്, ചിലവർ മൂടി വയ്ക്കും, ചിലവർ തുറന്നടിക്കും, മറ്റു ചിലവർ നിങ്ങളുടെ ലൈഫ് കുറേശ്ശെ ഊറ്റിയെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ നിങ്ങളെ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ടയേർഡാക്കും, കൺഫ്യൂസ്ഡ് ആക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏതാ ശരി തെറ്റെന്നുള്ളത്. അതുപോലെ നിങ്ങൾ ആരായിരുന്നോ അതിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ ഈ സീരീസിൽ 6 പേരെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുന്നവരാണ്. അപ്പോൾ ഈ ചിത്രം കുറച്ച് എക്സാജറേറ്റഡ് ആണ്, പക്ഷേ പൊട്ടിത്തെറിക്കുന്നവർ നമുക്ക് സുപരിചിതരാണ്. ഓക്കെ, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നിടത്തുണ്ട്, പബ്ലിക് സ്പേസിലുണ്ട്. അപ്പോൾ അവരെ പറ്റി പറയുമ്പോൾ ഇവർ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നവരാണ്. ഭയങ്കരമായിട്ട് ദേഷ്യം, അവർ ഷൗട്ട് ചെയ്യും. അതുപോലെ അവർ പറയുന്ന വാക്കുകൾ നമ്മളെ നന്നായിട്ട് മുറിവേൽപ്പിക്കും. അതുപോലെ തന്നെ ഇത് എപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കൂടെ നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മുട്ടത്തൊണ്ടിലൂടെ നടക്കുന്ന ഒരവസ്ഥയാണ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുക. ഒരു നെർവസ് എൻവയോൺമെൻറ്റാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളല്ല, ഇപ്പോൾ എന്നോടാണ് പൊട്ടിത്തെറിക്കുന്നതെങ്കിൽ ശരിക്കും ഞാനല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നക്കാരൻ, ഞാനല്ല. അവിടെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് വരുന്നത്. ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിയുടെ ഉള്ളിൽ പരിഹരിക്കപ്പെടാത്ത വലിയൊരു വേദനയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു സംഭവം ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അവർക്ക് അവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല ഉള്ളിൽ. അപ്പോൾ അവരത് പുറത്തേക്ക് ഇടുമ്പോൾ നമ്മുടെ മേത്തേക്ക് വലിച്ചെറിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ചുറ്റും നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മൾ വളരെ ടയേർഡാവുകയാണ്, എക്സ്ഹോസ്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ജോലിയോ നിങ്ങളുടെ ജോലിയോ അല്ല അദ്ദേഹത്തിൻ്റെ ഈ ഫീലിങ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അത് അദ്ദേഹം തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ മിക്ക കേസുകളിലും ഇത്തരം വ്യക്തികൾ ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കില്ല. പകരം ഇത് പുറത്തേക്ക് എടുത്തിട്ട് ചുറ്റുമുള്ളവർ അതിന് വില കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ ഈ വ്യക്തി ഈ പ്രശ്നം തിരിച്ചറിഞ്ഞ് അത് അക്നോളജ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സഹായിക്കണം.
പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല, ഈ പ്രശ്നത്തിനെ കാണാൻ തയ്യാറല്ല, അക്നോളജ് ചെയ്യാൻ തയ്യാറല്ല, ഇത് സോൾവ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ദയവേത് നിങ്ങൾ അത്തരം വ്യക്തികളിൽ നിന്ന് മാക്സിമം അകലം പാലിക്കണം. കാരണം ഇത്തരം വ്യക്തികൾ മരണം വരെ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് പൊട്ടിത്തെറിക്കുന്നവരുടെ ഒരു ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. അത്തരം വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അകലം പാലിക്കണം. നിങ്ങളുടെ സമാധാനം നശിക്കും. ഇത്തരം ആളുകളുടെ കൂടെയുള്ള സഹവാസം അതിന് കാരണമാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നക്കാരൻ. അടുത്ത പ്രശ്നക്കാരനെ പറ്റി നമുക്ക് മറ്റൊരു പാർട്ടിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഗുണപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്കും ഒരു ഗുണം കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്നേഹവും നന്ദിയും പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. അടുത്ത വ്യക്തിയെപ്പറ്റി ചെയ്യാം. അപ്പോൾ ഡിസ്ക്ലെയിമർ വായിക്കുക. വളരെ നന്ദി. യു ടേക്ക് കെയർ.